നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 2019-20 കാലഘട്ടം. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നേർക്ക് ഒരു യുദ്ധവെല്ലുവിളി ഉയർത്തിയിരുന്നു. ഇറാന്റെ 52 കേന്ദ്രങ്ങൾ തങ്ങൾ തകർക്കുമെന്നായിരുന്നു അന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്. 52 കേന്ദ്രങ്ങൾ ഏതൊക്കെ? 52 കേന്ദ്രങ്ങൾക്കുള്ള പ്രാധാന്യമെന്ത്? അതൊരു വല്ലാത്ത കഥയാണ്. പ്രതികാരം ചെയ്യാം, പക്ഷേ ഇറാൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കേണ്ടതില്ല എന്ന് ഇസ്രായേലിനോട് പറയുന്ന ജോ ബൈഡൻ. എന്തുകൊണ്ടാണ് അമേരിക്ക ഇത്തരം ചില നിർദ്ദേശങ്ങൾ ഇസ്രായേലിന് മുന്നിൽ വയ്ക്കുന്നത്? ആണവ നിലയം ആക്രമിച്ചുണ്ടാകുന്ന സ്ഫോടനം ഭയന്നാണോ അമേരിക്ക ഇത്തരമൊരു നിർദ്ദേശം നൽകുന്നത്? ഇറാനെ ആക്രമിക്കുന്നതിൽ അമേരിക്കയ്ക്ക് ഒട്ടും വിട്ടുവീഴ്ചയില്ല. ഇസ്രയേലും അമേരിക്കയും ഒരുമിച്ച് നിൽക്കുന്നു. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇറാൻ താൽപര്യത്തിന് പിന്നിൽ ഒന്നു മാത്രമായിരുന്നു അമേരിക്കയ്ക്ക്, അമേരിക്കയുടെ എണ്ണ താൽപര്യം. അന്ന് എണ്ണ ഇറാൻ ദേശസൽക്കരിക്കുന്നതിനെതിരെ അമേരിക്ക ശക്തമായ നിലപാടെടുത്തു. 1979 അമേരിക്കൻ വികാരം ജനങ്ങളിൽ കുത്തിവെച്ചാണ് ഇസ്ലാമിസ്റ്റ് വിപ്ലവം തുടങ്ങുന്നത്. 79 നടന്ന ഇസ്ലാമിക വിപ്ലവത്തിൽ അമേരിക്കയുടെ ആജ്ഞാനുവൃത്തിയാണ് ഭരണാധികാരി എന്ന വികാരമായിരുന്നു ജനങ്ങളിലേക്ക് കുത്തിവെച്ചത് അന്ന് ഖൊമേനി. ഇറാൻ ഭരണാധികാരിയായിരുന്ന ഷാ അമേരിക്കയുടെ ആജ്ഞാനുവർത്തിയാണ്. അതുകൊണ്ട് തന്നെ ഭരണകൂടത്തെ ഇല്ലായ്മ ചെയ്യണം എന്നവർ വാദിച്ചു. ഒടുവിൽ ഇസ്ലാമിക വിപ്ലവകാരികൾ ഷാ ഭരണം തൂത്തെറിഞ്ഞു. വിദേശത്ത് അഭയം തേടിയിരുന്ന ആയത്തുള്ള അലി ഖൊമേനി അങ്ങനെ രാജ്യത്ത് തിരിച്ചെത്തി. ഇതിനിടയിൽ ചികിത്സയ്ക്കെന്ന പേരിൽ ഷാ തിരിച്ചെത്തിയതോടെ വിപ്ലവകാരികൾ ഇറാനിലെ അമേരിക്കൻ കോൺസുലേറ്റ് വളഞ്ഞു. അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കി. നീണ്ട 444 ദിവസമാണ് ആ പ്രതിസന്ധി തുടർന്നത്. ഒടുവിൽ 52 അമേരിക്കൻ ഉദ്യോഗസ്ഥരെ അവർ വിട്ടയക്കുന്നു. 79 ഈ നാണക്കേടിന് തങ്ങൾ പകരം വീട്ടുമെന്ന് പലവട്ടം അമേരിക്ക പിന്നീട് പ്രഖ്യാപിച്ചു. ഒടുവിൽ ഡൊണാൾഡ് ട്രംപ് അത് തുറന്നു പറഞ്ഞു. ആ 52 പേരുടെ ഓർമ്മയ്ക്ക് ഇറാനിലെ 52 കേന്ദ്രങ്ങൾ തങ്ങൾ ആക്രമിക്കുമെന്ന്. പിന്നീട് ഇറാനെ എക്കാലത്തും നയിച്ചത് അമേരിക്കൻ പേടി തന്നെ. 2002 ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നുവെന്ന വാർത്ത ലോകത്തോട് പറഞ്ഞത് ഇസ്രയേലിന്റെ മൊസാദ്. ചെകുത്താന്റെ അച്ചുതണ്ട് എന്ന് ഇറാനെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് W. ബുഷ് വിശേഷിപ്പിച്ചു. 1980 മുതൽ 88 വരെ ഇറാനും ഇറാഖും തമ്മിൽ നടന്ന യുദ്ധത്തിന്റെ ഓരം ചേർന്ന് ഒരു ഭാഗത്ത് ഇറാഖിനൊപ്പം അമേരിക്ക നിലയുറപ്പിച്ചു. എന്നാൽ അമേരിക്ക തങ്ങളുടെ ആയുധങ്ങൾ ഇസ്രയേലിലൂടെ ഇറാനും വിറ്റഴിച്ചുവെന്നാണ് ചരിത്രരേഖകൾ നമ്മോട് പറയുന്നത്. ഇറാൻ ഇറാഖ് യുദ്ധത്തിനു ശേഷം അമേരിക്കയോട് തീർത്താൽ തീരാത്ത കലിയായി ഇറാന്റെ പരമാധികാരിക്ക്. എന്നാൽ സദ്ദാം ഹുസൈനെതിരെ അമേരിക്ക തിരിഞ്ഞതോടെ ഇറാൻ ചില അനുനയ നീക്കങ്ങൾക്കൊക്കെ അമേരിക്കയുമായി ചങ്ങാത്തം കൂടാനൊരുങ്ങി. ഒടുവിൽ സദ്ദാം ഹുസൈനെ വധിച്ച് ഇറാഖിനെ അമേരിക്ക മോചിപ്പിക്കുന്നു. ആ തക്കം നോക്കി ഇറാഖിൽ തങ്ങളുടെ സ്വാധീനമുറപ്പിക്കാൻ ഇറാൻ ശ്രമങ്ങൾ ആരംഭിച്ചു. ഇറാഖിലെ ഇറാന്റെ ഇടപെടലുകൾ അമേരിക്ക താൽപ്പര്യപ്പെട്ടില്ല. എന്നാൽ ഇറാഖ് പിന്നീട് ഭരിച്ച ഷിയ സർക്കാരിന് ഇറാനെയും അമേരിക്കയും ഒരുപോലെ വേണമായിരുന്നു. ഇതിനിടയിൽ ചില ബന്ധങ്ങൾക്ക് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശ്രമങ്ങൾ. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് താലിബാനെ തുരത്താൻ സൈനിക ഇന്റലിജൻസ് വിവരങ്ങൾ നൽകിയത് ഇറാനാണ് എന്ന് മൊസാദ് പറയുന്നു. ആ കാലഘട്ടത്തിലാണ് ഖ്വാസിം സുലൈമാനി എന്നൊരു യോദ്ധാവിന്റെ പേർ ലോകം കേൾക്കുന്നത്. 2002 അമേരിക്കയ്ക്കും ഇറാനുമിടയിൽ ചില ചങ്ങാത്തങ്ങൾ രൂപപ്പെടുന്നു എന്ന് ലോകം ധരിക്കുമ്പോഴാണ് മറ്റു ചില നീക്കങ്ങൾ ഇറാഖിൽ നടക്കുന്നത്. 2003 അമേരിക്കൻ സൈനികർക്ക് നേരെ നടന്ന ഒരു വലിയ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചത് ഖ്വാസിം സുലൈമാനി. ഇതോടെ അമേരിക്ക ഇറാനുള്ള കണക്ക് തീർക്കാൻ അങ്ങ് തീരുമാനമെടുത്തു. പിന്നീട് ഇരുവർക്കുമിടയിൽ സംഘർഷത്തിന്റെ കാലഘട്ടമാണ് കഴിഞ്ഞുപോയത്. ഒടുവിൽ 2003 മിതവാദി എന്നറിയപ്പെടുന്ന ഹസൻ റുഹാനി ഇറാനിയൻ പ്രസിഡന്റായി അവരോധിതനായി. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ. ഇരുവർക്കും സമാധാനം തന്നെയായിരുന്നു താൽപര്യം. അതുകൊണ്ട് തന്നെ ആദ്യം അവർ ഫോണിൽ സംസാരിച്ചു. അമേരിക്കയും ഇറാനുമിടയിൽ നയപരമായ ഒരു ചങ്ങാത്തം രൂപീകരിക്കേണ്ട ആവശ്യകത ഇരുവരും ചർച്ച ചെയ്തു. ഒടുവിൽ 2015 അമേരിക്കയുമായി ചേർന്ന് ഒരു ആണവ പദ്ധതിക്ക് ഇറാൻ മുന്നിട്ടിറങ്ങി. 2015-16 കാലഘട്ടം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെതായിരുന്നു. ഇറാനുമായുള്ള ആണവ പദ്ധതി താൻ അംഗീകരിക്കില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് ഉറക്കെ പ്രഖ്യാപിച്ചു.
താൻ പ്രസിഡന്റായി സ്ഥാനമേറ്റാൽ ആദ്യം ചെയ്യുന്നത് ഈ പദ്ധതി വലിച്ചെറിയുകയായിരിക്കും. തുടർന്ന് ട്രംപ് പ്രസിഡന്റായതോടെ ഈ പദ്ധതിയിൽ നിന്ന് അമേരിക്ക പിന്മാറി. ഇറാനെതിരെ കടുത്ത ഉപരോധങ്ങളാണ് ട്രംപ് ഏർപ്പെടുത്തിയത്. ഇറാൻ അമേരിക്കയുടെ നേർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത കൊടിയ ക്രൂരതകൾ നമ്മൾ മറക്കരുത് എന്ന് ട്രംപ് ഓർമ്മപ്പെടുത്തി. ഇസ്രയേലുമായി ഉറ്റ ചങ്ങാത്തത്തിലായിരുന്ന ട്രംപ് അങ്ങനെ ഇറാനെതിരെ കരുക്കൾ നീക്കി. ഇറാന്റെ കരുത്ത് നശിപ്പിച്ചില്ല എങ്കിൽ മധ്യേഷ്യയിൽ ഭീകരത വളരുമെന്ന് ട്രംപ് അമേരിക്കയോട് മാത്രമല്ല ലോകത്തോടും പറഞ്ഞു. ട്രംപിന്റെ ഈ കടുത്ത നിലപാടിനെ മയപ്പെടുത്താൻ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയുമൊക്കെ ശ്രമങ്ങൾ ആരംഭിച്ചു. എന്നാൽ ട്രംപിന് കൂട്ടും കരുത്തുമായി ഇസ്രയേൽ നിലകൊണ്ടു. ഇവിടെയാണ് പഴയ ഖ്വാസിം സുലൈമാനി അമേരിക്കയുടെ വലിയ ശത്രുവായി വളർന്നു കയറുന്നത്. അത് വല്ലാത്തൊരു കഥയാണ്. സുലൈമാനി നയിച്ചിരുന്ന ഖുസ് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഒരു വിഭാഗമാണ്. വിദേശ രഹസ്യവിവര ശേഖരണവും രഹസ്യ സൈനിക നീക്കങ്ങളുമൊക്കെ ഈ വിഭാഗത്തിന്റെ ചുമതലയായിരുന്നു. ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് വെറും സാധാരണ സൈനികനായിരുന്നു ഖ്വാസിം സുലൈമാനി. ഇറാഖിലെ മണ്ണിൽ നടത്തുന്ന അധിനിവേശങ്ങൾക്കും അക്രമങ്ങൾക്കും ശേഷം ഓരോ വിജയത്തിനുമൊടുവിൽ ആ മണ്ണിൽ നിന്ന് ഒരാടിനെ സുലൈമാനി പിടിക്കും. തന്റെ തോളത്തിട്ട് തിരികെ പട്ടാള ക്യാമ്പിലേക്ക് കൊണ്ടുവരും. തന്റെ സൈനികർക്ക് വേണ്ടി കശാപ്പ് ചെയ്യാനായിരുന്നു ഇത്തരത്തിൽ ആടിനെ സുലൈമാനി മോഷ്ടിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അക്കാലത്ത് ഖ്വാസിം സുലൈമാനിക്ക് ഒരു ഇരട്ടപ്പേര് വീണിരുന്നു, ആടുകള്ളൻ. ബാഗ്ദാദ് റേഡിയോ ആണ് സുലൈമാനിയെ ആടുകള്ളൻ എന്ന് വിളിച്ചാക്ഷേപിച്ചത്. എന്നാൽ ആക്രമണങ്ങൾക്ക് സുലൈമാനിക്കുള്ള കൃത്യത മറ്റൊരു യോദ്ധാവിനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ ഭരണകൂടത്തിന്റെ ശ്രദ്ധ ഖ്വാസിം സുലൈമാനിയിലേക്ക് തിരിഞ്ഞു. പിന്നീട് ഇറാൻ ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സൈനികനായി സുലൈമാനി വളരുന്നു. അസാമാന്യ വളർച്ചയായിരുന്നു പിന്നീട് സുലൈമാനിക്ക്. സിറിയ, ഇറാഖ്, യമൻ, ലെബനൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഇറാന്റെ നീക്കങ്ങൾ നിയന്ത്രിക്കുന്നത് സുലൈമാനിയായി. മറ്റു രാജ്യങ്ങളിലേക്ക് ഇസ്ലാമിക വിപ്ലവം പകർന്നു നൽകണമെങ്കിൽ അവിടെ ഷിയ ഭരണകൂടങ്ങൾ നിലവിൽ വരണമെന്ന് ഇറാൻ ഭരണകൂടം നിശ്ചയിച്ചുറപ്പിച്ചു. ഷിയ ഭരണകൂടം നിലവിൽ വരണമെങ്കിൽ കൃത്യമായ ഷിയ സേനകളെ ഓരോ രാജ്യത്തും വിന്യസിക്കണം. ഭീകരത കയറ്റുമതി ചെയ്യുന്നതിൽ ഏറ്റവും വലിയ പങ്ക് പിന്നീട് വഹിച്ചത് ഖ്വാസിം സുലൈമാനി. പശ്ചിമേഷ്യയുടെ പ്രധാന കളിക്കാരനായി ഖ്വാസിം സുലൈമാനി വളർന്നത് ഇസ്രയേലിന് ദഹിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. ഭാവിയിൽ മറ്റു രാജ്യങ്ങളിൽ വളർത്തുന്ന ഈ ഭീകരത തങ്ങളെ വിഴുങ്ങുമെന്ന് ഇസ്രയേൽ തിരിച്ചറിഞ്ഞു. പലവട്ടമാണ് ഇസ്രയേൽ ഇതു സംബന്ധിച്ച മുന്നറിയിപ്പുകൾ അമേരിക്കയ്ക്ക് നൽകിയത്, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന്. ഇറാന്റെ പശ്ചിമേഷ്യൻ ലക്ഷ്യങ്ങൾ കൂടുതൽ അപകടകരമാണ് എന്ന് ഇസ്രയേൽ അമേരിക്കയെ ഓർമ്മപ്പെടുത്തി. സുലൈമാനിയുടെ ഓരോ നീക്കങ്ങളും മൊസാദ് നിരീക്ഷിച്ചു തുടങ്ങി. മറ്റു രാജ്യങ്ങളിലെ ഇസ്ലാമിസ്റ്റ് ഭീകരതയ്ക്ക് പിന്നിൽ സുലൈമാനിയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി അവർ റിപ്പോർട്ടുകളാക്കി അമേരിക്കയ്ക്ക് കൈമാറി. ഒടുവിൽ 2020 ഖ്വാസിം സുലൈമാനിയുടെ വധം. അന്ന് ഇറാന്റെ ആത്മീയ നേതാവ് വിതുമ്പിക്കരയുന്നത് ലോകം കണ്ടു. അദ്ദേഹം അത്തരത്തിൽ ഉറക്കക്കരയണമെങ്കിൽ അതിനൊരുപിടി കാരണങ്ങളുമുണ്ട്. 2017 ഇറാൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പോലും ഖ്വാസിം സുലൈമാനിയുടെ പേര് ഉയർന്നു കേട്ടിരുന്നു. വരും കാലങ്ങളിൽ ഇറാൻ പ്രസിഡന്റ് എന്ന തലത്തിലേക്ക് തന്നെയായിരുന്നു ഖ്വാസിം സുലൈമാനി വളർന്നത്. ഖ്വാസിം സുലൈമാനിക്കൊപ്പം അപകടകരമായ മറ്റൊരു പേരുകൂടിയുണ്ട്, ഇബ്രാഹിം റൈസി. ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖമേനിക്ക് ശേഷം ഇറാന്റെ പരമോന്നത നേതാവായി ഇബ്രാഹിം റൈസിയെ ഇറാൻ കണ്ടിരുന്നു. ഇബ്രാഹിം റൈസി കൂടുതൽ കരുത്തോടെ ഇറാന്റെ പരമോന്നത നേതാവാകും എന്ന് ഇറാൻ ജനങ്ങളും സ്വപ്നം കണ്ടു. എന്നാൽ ഇബ്രാഹിം റൈസി കൂടുതൽ അപകടകാരിയാണ് എന്ന് ഇസ്രയേലും അമേരിക്കയും തിരിച്ചറിഞ്ഞിരുന്നു. അതിനു പിന്നിൽ ചില കാരണങ്ങളുണ്ട്. യുറേനിയം പ്രേമി എന്നാണ് റൈസി അറിയപ്പെട്ടത്. ഇറാന്റെ ആണവ താൽപ്പര്യങ്ങൾക്ക് പിന്നിൽ ഏറ്റവും ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്ന വ്യക്തി. ഇറാനെ ഒരു ആണവ രാഷ്ട്രമാക്കി വളർത്തുമെന്നതായിരുന്നു റൈസിയുടെ സ്വപ്നവും പ്രഖ്യാപനവും. ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ ലെബനനിലെ ഹിസ്ബുള്ളയ്ക്ക് ഉപദേശങ്ങൾ പകർന്നു നൽകിയത് ഖ്വാസിം സുലൈമാനിയാണ്. അന്ന് ഹിസ്ബുള്ളയ്ക്ക് വേണ്ട ആയുധങ്ങൾ അത്രയും അവിടെ എത്തിച്ചിരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നയാൾ. യമനിലെ ഹൂതികൾക്ക് വേണ്ട ആയുധങ്ങളും പണവും എത്തിച്ചിരുന്നതിന് പിന്നിൽ ഖ്വാസിം സുലൈമാനി തന്നെ. സിറിയയിലെയും ഇറാഖിലെയും ഒക്കെ ഇസ്ലാമിക തീവ്രവാദികളെ പരിശീലിപ്പിച്ച് അവർക്ക് പണവും ആയുധവും അയാൾ നൽകി. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ രൂപീകരണത്തിന് മുഖ്യ കാരണമായി മാറിയത് ഖ്വാസിം സുലൈമാനിയുടെ പ്രവർത്തനങ്ങളെന്ന് അമേരിക്ക വിലയിരുത്തി. ഇറാഖിലും സിറിയയിലുമൊക്കെ തങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഇറാൻ ഉയർത്തുന്നത് എന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞു.
എക്കാലത്തും ഇറാഖിലും സിറിയയിലുമൊക്കെ തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കി കൊണ്ടുപോകാൻ മറ്റൊരു രാജ്യമായ അമേരിക്കയ്ക്ക് കഴിയില്ല. ഇത് മനസ്സിലാക്കി തന്നെയാണ് ഖ്വാസിം സുലൈമാനിയും ഇറാനും കരുക്കൾ നീക്കിയത്. യമനിലെ സർക്കാരിനെ അട്ടിമറിച്ച് ഹൂഥികളെ സഹായിച്ച് അധികാരത്തിലേറ്റിയതിനു പിന്നിൽ ഖ്വാസിം സുലൈമാനിയുടെ കളികൾ. ഇതുകൂടി ചേർന്നപ്പോൾ പശ്ചിമേഷ്യയിലെ ഏറ്റവും കരുത്തനായി സുലൈമാനി മാറി. ഒടുവിൽ സുലൈമാനിയുടെ മരണത്തിന് ചിലർ വിധി എഴുതി. അമേരിക്കയും ഇസ്രയേലിന്റെ മൊസാദും ചേർന്നെടുത്ത തീരുമാനമായിരുന്നുവെന്നാണ് ലോകം ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഹിസ്ബുള്ള നേതാവുമായുള്ള സംഭാഷണത്തിനായി ഖ്വാസിം സുലൈമാനി പുറപ്പെടുമ്പോഴായിരുന്നു അസാധാരണമായ വേഗതയിൽ മരണം അയാളെ തേടിയെത്തിയത്. സുലൈമാനിയെ ഇറാനുകാർ എത്രമേൽ സ്നേഹിച്ചിരുന്നു എന്നതിന്റെ ഉദാഹരണവും നമ്മൾ കണ്ടു. വിലാപയാത്രയ്ക്കൊപ്പം ഒഴുകിയത് പതിനായിരങ്ങൾ. ആ തിക്കിലും തിരക്കിലുമൊക്കെ പെട്ട് 40ഓളം ആളുകൾ മരിച്ചു വീഴുന്നു. സുലൈമാനി വീണതിന് തൊട്ടുപിന്നാലെ ഇറാഖിലെ അമേരിക്കൻ കോൺട്രാക്ടർ വധിക്കപ്പെടുന്നു. അതിനു പകരമായി സിറിയൻ ഇറാഖ് അതിർത്തിയിൽ ഇറാനിയൻ സായുധ സംഘടനാംഗങ്ങളെയും അവരുടെ നേതാവിനെയും ഒക്കെ വധിച്ചെറിഞ്ഞു അമേരിക്ക. തുടർന്ന് ഇറാനിയൻ സായുധ സംഘവും ജനക്കൂട്ടവും ഇറാഖിലെ അമേരിക്കൻ എംബസി വളയുന്ന കാഴ്ച. അമേരിക്കയുടെ ഏറ്റവും വലുതും ഏറ്റവും സുരക്ഷയുള്ളതുമായ നയതന്ത്ര ദൗത്യ കേന്ദ്രമായിരുന്നു ഇറാഖിലെ എംബസി. തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റും ഇറാൻ പരമോന്നത നേതാവും തമ്മിൽ നടന്ന വാക്പോര്. ഖ്വാസിം സുലൈമാനി എന്ന അപകടകാരിയെ കൊലപ്പെടുത്തണം എന്ന് അമേരിക്ക നേരത്തെ തന്നെ നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു. ഇതിനുവേണ്ട സ്കെച്ച് തയ്യാറാക്കിയത് മൊസാദ് എന്നതാണ് പരസ്യമായ രഹസ്യം. എന്നാൽ അമേരിക്കയുടെ മുൻ പ്രസിഡന്റുമാർക്കൊന്നും ഖ്വാസിം സുലൈമാനിയെ വധിക്കാനുള്ള ആർജവമുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഇറാൻ മാരകമായി അമേരിക്കയ്ക്ക് നേരെ തിരിച്ചടിക്കുമെന്ന ഭയമായിരുന്നു മുൻ പ്രസിഡന്റുമാർക്ക്. ആ ദൗത്യമാണ് ഡൊണാൾഡ് ട്രംപ് ഏറ്റെടുത്തത്. ഇറാന്റെ പക അതിശക്തമായിരുന്നു. അമേരിക്കയുടെ സഖ്യകക്ഷിയായ സൗദി അറേബ്യയുടെ എണ്ണ ശുദ്ധീകരണശാലകൾ അവർ തീയിട്ട് നശിപ്പിച്ചു. ഇതിനിടയിൽ ബ്രിട്ടീഷ് ഇറാൻ കപ്പൽ തർക്കം. ഇറാഖിലെ അമേരിക്കൻ എംബസി വളഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് അതേ നാണയത്തിൽ അന്ന് ഇറാൻ ആത്മീയ നേതാവ് മറുപടി കൊടുത്തിരുന്നു. അമേരിക്ക ഒരു ചുക്കും ചെയ്യില്ല എന്നായിരുന്നു അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഇറാനും അമേരിക്കയും തമ്മിൽ അതിശക്തമായ പോർവിളികൾ തുടർന്നപ്പോഴും ഇസ്രായേൽ ഇത്തിരി നിശബ്ദത പാലിച്ചത് ലോകം ശ്രദ്ധയോടെ വീക്ഷിച്ചു. എന്നാൽ ആ കണക്കുകൾ തീർക്കാനുള്ള സമയമായി എന്ന് അമേരിക്കയ്ക്ക് ബോധ്യമായി. അതുകൊണ്ടാണ് ഇസ്രായേലിനെ മുൻനിർത്തി ഇപ്പോൾ അമേരിക്ക കരുക്കൾ നീക്കുന്നത്. ആണവ നിലയം ആക്രമിക്കേണ്ടതില്ല എന്ന് ഇസ്രായേലിനോട് അമേരിക്ക പറയുമ്പോൾ അതിൻ്റെ മറുവശം തേടുകയാണ് യുദ്ധവിദഗ്ധർ. ആണവ നിലയം ആക്രമിക്കാനുള്ള ഗ്രീൻ സിഗ്നൽ തന്നെയാവും ഇത്തരം പ്രസ്താവനകളെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. ഇറാന്റെ അടുത്ത പരമോന്നത നേതാവ് ആര് എന്ന ചോദ്യത്തിന് ഇറാന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഒരിക്കൽ മുന്നിലുണ്ടായിരുന്നുള്ളൂ. ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി. ലോകരാജ്യങ്ങളുമായുള്ള ആണവ ചർച്ചകളായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഇഷ്ടവിഷയം. ആണവ കാര്യങ്ങളിൽ ഇബ്രാഹിം റൈസി പുലർത്തിയ കടുത്ത നിലപാട് യുഎസിനെയും ഇസ്രായേലിനെയും ഒക്കെ കൂടുതൽ ആശങ്കയിലാഴ്ത്തിയിരുന്നു. വെപ്പൺസ് ഗ്രേഡ് യുറേനിയം എന്ന തലത്തിൽ വളരെ അടുത്ത് ഇറാൻ എത്തി എന്ന വിവരമായിരുന്നു ഇസ്രായേലിന് ലഭിച്ചത്. ഈ വിവരം മൊസാദാണ് അമേരിക്കയ്ക്ക് കൈമാറുന്നത്. മധ്യ ഇറാനിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്ഫഹാൻ പ്രവിശ്യയിലെ നാടാൻസ് ആണവ നിലയമാണ് എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞത്. ഇതിന്റെ വിസ്തീർണം 1,00,000 ചതുരശ്ര മീറ്ററാണ്. 19,000 സെൻട്രിഫ്യൂജുകൾ അവിടെയുണ്ട് എന്നതാണ് കണക്ക്. 2015 അമേരിക്കയുമായുള്ള ഒരു ഉടമ്പടിയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന യുറേനിയം സമ്പുഷ്ടീകരണം പിന്നീട് ഇറാൻ വീണ്ടും തുടങ്ങി. എന്നാൽ ആണവ നിലയത്തിൽ പലപ്പോഴും സൈബർ ആക്രമണങ്ങളും സ്പൈവെയർ ഉപയോഗിച്ചുള്ള വൈദ്യുതി മുടക്കവുമൊക്കെ പതിവായി. ചില സ്ഫോടനങ്ങൾ വരെ അവിടെ നടന്നു. എല്ലാത്തിനും പിന്നിൽ മൊസാദ് എന്ന ചാരസംഘടന. ഇസ്രയേൽ വികസിപ്പിച്ചെടുത്ത ഒരു കുപ്രസിദ്ധ വൈറസ് ഒരിക്കൽ ആണവ നിലയത്തെ ആക്രമിച്ചു. ആണവ നിലയത്തിന് യാതൊരു വിധത്തിലും ഇന്റർനെറ്റുമായി ഒരു ബന്ധം വേണ്ട എന്ന് ഇറാൻ ഭരണാധികാരികൾ തീരുമാനിച്ചിരുന്നു. ഏതെങ്കിലും വിധത്തിൽ ഇന്റർനെറ്റുമായി ഒരു ബന്ധമുണ്ടായാൽ അതുവഴി വൈറസ് ആക്രമണം ഉണ്ടാകുമെന്ന് അവർ ഭയന്നിരുന്നു. എന്നാൽ ഒരു മൊസാദ് ചാരൻ ആണവ നിലയത്തിനുള്ളിൽ കടന്നുകൂടി നേരിട്ട് വൈറസിനെ കടത്തിവിടുകയായിരുന്നു. ഇതോടെ ആണവ നിലയത്തിന്റെ നിയന്ത്രണം ഒരു ഘട്ടത്തിൽ മൊസാദ് ഏറ്റെടുത്തുവെന്നുവരെ ലോകം അത്ഭുതത്തോടെ കേട്ടുനിന്നു. മൊസാദിന്റെ ഈ വൈറസ് അകത്ത് കയറി ദീർഘനാൾ ഉറങ്ങിക്കിടന്നു. ഒടുവിൽ നിയോഗം വന്നെത്തിയപ്പോൾ അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക മാത്രമല്ല, ആണവ നിലയത്തെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ മൊസാദിനും ഇസ്രായേലിനുമൊക്കെ കൈമാറി എന്നാണ് പിന്നീട് ലോകം കേട്ടത്. ഇസ്രായേലിന്റെ ബങ്കർ ബ്ലാസ്റ്റർ ബോംബുകൾ തന്നെയായിരുന്നു ഇറാനെ കൂടുതൽ ഭയപ്പെടുത്തിയത്.
ഒപ്പം സൈബർ ആക്രമണങ്ങളും. അതുകൊണ്ട് തന്നെ അവയൊക്കെ പ്രതിരോധിക്കാനായി അതീവ സുരക്ഷയുള്ള ഒരു ഭൂഗർഭ ആണവ കേന്ദ്രം പിന്നീട് അവർ തയ്യാറാക്കി. ഇത്തരം നീക്കങ്ങൾക്കൊക്കെ ചരട് വലിച്ചത് ഇബ്രാഹിം റൈസി. പിന്നീട് ലോകം കേൾക്കുന്നത് ഹെലികോപ്റ്റർ അപകടത്തിൽ ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടുവെന്ന വാർത്ത. അതിനു പിന്നിലും ഇസ്രയേലും അമേരിക്കയുമാണ് എന്ന് ഇറാൻ വിശ്വസിക്കുന്നു. ആണവശക്തിയിലേക്ക് അതിവേഗം വളരുന്ന ഇറാനെ തടയിടുക, അതുതന്നെയായിരുന്നു മൊസാദിന്റെയും ഇസ്രയേലിന്റെയും ലക്ഷ്യം. ഒപ്പം ഇസ്രയേലിനെ സംബന്ധിച്ച് ഇത് ഏറ്റവും നിർണായക വേളയാണ്. ഇറാനെ ആക്രമിച്ച് തളർത്തിയില്ല എങ്കിൽ തങ്ങൾക്ക് ചുറ്റുമുള്ള ശത്രുക്കൾ കൂടുതൽ ശക്തി ആർജിക്കുമെന്ന് ഇസ്രയേലിന് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയോടെ അമേരിക്കയും ഇസ്രയേലും ഒരുമിച്ച് കരുക്കൾ നീക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.